Let us turn our attention to the book of Nehemiah, chapter 1. അതിൻ്റെ 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാൻ പോവുകയാണ്. 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. Verses 4 through 11. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞതെന്തെന്നാൽ, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രയേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയൻ്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നുമിരിക്കണമേ. ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്വമായി പ്രവർത്തിച്ചിരിക്കുന്നു. നിന്റെ ദാസനായ മോശയോട് നീ കൽപ്പിച്ച കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഞങ്ങൾ പ്രമാണിച്ചിട്ടില്ല. നിങ്ങൾ ദ്രോഹം ചെയ്താൽ ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു കളയും. എന്നാൽ നിങ്ങൾ എന്നിലേക്ക് തിരിഞ്ഞ് എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിലെ അറുതി വരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്നവരെ ശേഖരിച്ച് എൻ്റെ നാമം സ്ഥാപിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരും എന്ന് നിന്റെ ദാസനായ മോശയോട് നീ അരുളി ചെയ്ത വചനം ഓർക്കണമേ. അവർ നിന്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈകൊണ്ടും നീ വീണ്ടെടുത്ത നിന്റെ ദാസന്മാരും നിന്റെ ജനവുമല്ലോ. കർത്താവേ, നിന്റെ ചെവി അടിയൻ്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച ഈ മനുഷ്യൻ്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. ഞാൻ രാജാവിന് പാനപാത്രവാഹകൻ ആകുന്നു. നമുക്ക് ഇംഗ്ലീഷിൽ അതാത് സമയത്ത് വായിക്കാം. നമ്മൾ കഴിഞ്ഞ 4-5 വീക്കായിട്ട് നെഹമ്യാവിൻ്റെ പുസ്തകമാണ് ധ്യാനിക്കുന്നത്. For the past few weeks we have been meditating from this book of Nehemiah. കഴിഞ്ഞ 2 ആഴ്ചയിൽ എന്താണ് ട്രൂ റിവൈവൽ എന്ന വിഷയം നമ്മൾ പരിശോധിച്ചു. Last week we searched what is true revival. ഇന്ന് ഞാൻ ആ സബ്ജക്റ്റ് കംപ്ലീറ്റ് മാറ്റിയിട്ട് 1-ാം അധ്യായത്തിൽ വളരെ വേദനയോടെ ഒരാത്മീയനായ ദൈവദാസൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വിഷയമാണ് 1-4 മുതൽ 11 വരെയുള്ള വാക്യം. Today I am going to spend some time about a godly man who is grieving, and with grief he has been praying. I would like to concentrate on that prayer of a man of God. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം ഞാൻ ഇൻട്രൊഡക്ഷനായിട്ട് പറയാം. ഒന്ന്, നെഹമ്യായ പ്രാർത്ഥിക്കുന്നത് ഫോറിൻ കൺട്രിയിൽ ഇരുന്നു കൊണ്ടാണ്. I would like to mention a few important things. While Nehemiah was praying this grievous prayer, he was praying in a foreign land. 2, നെഹമ്യായ വളരെ കംഫർട്ടബിൾ പൊസിഷനിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. When Nehemiah was praying, he was bearing or he was having a very comfortable position. 3, പേഴ്സണലി നെഹമ്യായ വളരെ സ്പിരിച്വൽ ആണ്. And third point is, personally Nehemiah was very spiritual. നെക്സ്റ്റ്, നെഹമ്യായ ജനിച്ചതും വളർന്നതും എല്ലാം ഫോറിൻ ലാൻഡിലാണ്. ഒരിക്കൽ പോലും ജെറുസലേമിലേക്ക് വന്നിട്ടില്ല. Nehemiah was born and brought up in a foreign land. He never saw this Jerusalem. ഇത്രയും കാര്യം നമ്മുടെ മനസ്സിൽ വേണം. ഇങ്ങനെ ഫോറിൻ ലാൻഡിൽ ജനിച്ച് ജീവിച്ച പേഴ്സണലി ആത്മീയനായ ദൈവത്തെ കുടുംബമായിട്ട് സേവിക്കുന്ന ഒരുവൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്ഥലത്തെ പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച അറിവും സഹോദരന്മാരിൽ നിന്ന് ലഭിച്ച ഇൻഫർമേഷനും ഓർത്ത് ദൈവസന്നിധിയിൽ കുത്തിയിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സംഭവം. A man of God who was born and brought up in a foreign land, who never visited this land but heard from his forefathers about his own land. He was holding such a high position. He was with deep agony praying in his foreign land. That's what I write. നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാണ്, നമ്മൾ ഇന്ത്യ എന്നിവിടെ വന്നവരാണ്. നമ്മുടെ ഇന്ത്യയിലെ മിഷണറിമാർ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നു, അവിടെ സ്റ്റാർവിങ് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവും? പേരൻസ് അങ്ങ് പറഞ്ഞു. Just imagine when we share
the homeland in India, what is the situation, the poverty, or the missionaries who starved and who suffered so much. If we explain these things currently to our children, what will be their responses? നെഹമ്യാവിനെ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും ടോപ്പ് പോസ്റ്റിൽ ജോലി ചെയ്യുന്നു. Here, പേഴ്സണലി വെരി സ്പിരിച്വൽ ആണ്. പക്ഷെ തൻ്റെ ഹൃദയത്തിൻ്റെ വേദന തൻ്റെ ലാൻഡാണ്, അവിടുത്തെ ആത്മീയതയാണ്, അവിടുത്തെ ദേവാലയമാണ്. എന്തിനാണ് ഇന്ന് പകൽ നമ്മൾ ഈ പ്രാർത്ഥന ധ്യാനിക്കാനായിട്ട് പോകുന്നത്? നമ്മുടെ ജീവിതത്തിലും ആത്മീയത പ്രാധാന്യതയാകണം. അതിനായിട്ടാണ് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. here, even though a person holding such a big position was born and brought up in a foreign land, still his grief for the exile and his passionate prayer, we are going to meditate upon those prayers. 4-ാം വാക്യം നമ്മൾ വിശദമായിട്ട് അല്പം പറഞ്ഞായിരുന്നു. ഈ വർത്തമാനം കേട്ടു സഹോദരന്മാർ വന്ന് പറഞ്ഞു, ജെറുസലേമിന്റെ അവസ്ഥ വളരെ കഷ്ടമാണ്, വളരെ പരിതാപകരമാണ്, വളരെ വേദനയാണ്. ഈ വർത്തമാനം കേട്ടു കഴിഞ്ഞപ്പോൾ ആ വേദന കൊണ്ട്, ആ വർത്തമാനത്തിൻ്റെ ഹാർഡ്നെസ് കൊണ്ട് നെഹമ്യാവ് ഇരുന്ന് കരഞ്ഞ് ദുഃഖിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. We can see here, when Nehemiah heard these words from his brothers, what was his response? He sat down, he wept, and he mourned for days, and he was fasting and praying before the God of heaven. ഇതിന് വളരെ മനോഹരമായ ഒരു എക്സാമ്പിൾ ആണ്. ന്യൂ ടെസ്റ്റ്മെന്റിനകത്ത് അപ്പോസ്തലൻ പറയുന്ന കാര്യമുണ്ട്. സകല സഭകളെ കുറിച്ചുള്ള ചിന്താഭാരം, വേദന, ആ ലേബർ പെയിൻ എൻ്റെ അകത്തുണ്ട് എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. A very comparatively example we can see in the New Testament, Paul's burden for the church. With that burden, his prayer. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ദുഃഖിച്ചു എന്നൊരു പദമുണ്ട്. കരഞ്ഞു, കുറേ നാൾ ദുഃഖിച്ചു. എന്താ കുറേ നാൾ ദുഃഖിച്ചെന്ന് പറഞ്ഞാൽ നമുക്കൊരു കണക്കെടുക്കാൻ പറ്റുകയില്ല. തൻ്റെ ഹൃദയത്തിൻ്റെ വേദന അത്ര വലുതായിരുന്നു. We can see here a specific phrase. He wept, not only wept, he mourned for days. നമ്മൾ 7 ഡേയ്സും 21 ഡേയ്സും 40 ഡേയ്സും ഒക്കെ ഫാസ്റ്റിംഗ് അറിയാം. എന്നാൽ നെഹമ്യായ എത്ര ദിവസം ഉപവസിച്ചെന്ന് അറിയത്തില്ല. കുറേ നാൾ ഉപവസിച്ചു എന്ന് പറഞ്ഞാൽ താൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ദൈവമുമ്പാകെ കരുണ ലഭിക്കുവോളം ആഹാരം വെടിഞ്ഞ് ദുഃഖിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞു എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. We all are familiar by hearing 7 days fasting, 21 days fasting, 40 days fasting. But here, the number of days Nehemiah took fasting and praying didn't mention. But still, here we can see that man of God mourned for several days and spent his time in fasting and praying. നിങ്ങൾക്കറിയാമോ, എസ്ര ഉപവസിക്കുന്നുണ്ട്, എസ്തേർ ഉപവസിക്കുന്നുണ്ട്, നെഹമ്യായ ഉപവസിക്കുന്നുണ്ട്. ഈ മൂന്നിനൊരു പ്രത്യേകതയുണ്ട്. Do you know Ezra was taking fasting, Esther was taking and fasting, and Nehemiah was taking and fasting. ഇവർക്കെല്ലാം ഒറ്റ പർപ്പസേ ഉണ്ടായിരുന്നുള്ളൂ. There is only one purpose for എന്താ all of പർപ്പസ് them അറിയാമോ? fasting. ഒരു ഗ്രൂപ്പ് ആളുകൾ ഹോളി ആയിട്ട് നിൽക്കണം. All of their purpose was one and only the same. A group of people are praying for the holiness of a congregation. ഒരു ഗ്രൂപ്പ് ആളുകൾ സെറ്റപ്പ് ആയിട്ട് ചെയ്യണം. A group of people need to be set apart. That was their main reason. അവര് ബാബേലിൽ കുടുങ്ങി കിടക്കരുത്, അവര് തിരികെ വരണം. ഒരു ഹോളി നേഷൻ ഉണ്ടാകണം, ഒരു സെറ്റപ്പ് ആയിട്ടുള്ള ഒരു തലമുറ ഉണ്ടാകണം. അതായിരുന്നു ഇവരുടെ ഫാസ്റ്റിംഗിന്റെ ലക്ഷ്യം. Their fasting and their prayers objective was a group of people, a nation was entangled in a foreign land with a different culture. Their prayer is they should be set apart and they should be holy. നമുക്കെല്ലാവർക്കും അറിയാം, ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കും ഒരു ശുഭയാത്ര. പിന്നെ അതറിയാൻ മേലത്ത് ആര് നമ്മുടെ ഇടയിലുള്ള നമ്മുടെ ഫാസ്റ്റിങ്ങിന്റെ പ്രധാന വാക്യം എന്താ ശുഭയാത്ര എന്നറിയാമോ? എസ്ര പറയുന്നത് ഞങ്ങൾക്കവിടെ മടങ്ങി ചെല്ലണം, ഞങ്ങൾക്കവിടെ ആലയം പണിയണം, ഞങ്ങൾക്കവിടെ യഹോവയുടെ നാമത്തിലുള്ള യാഗം ആരംഭിക്കണം, ഞങ്ങൾക്ക് ജാതികളിൽ നിന്ന് വേർപെട്ട ഒരു ഗ്രൂപ്പിനെ അവിടെ ഉണ്ടാക്കണം. ഇതിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്താണെന്നറിയാമോ? സകലരുടെയും രക്ഷയ്ക്കായി വരുന്ന മശിഹായിക്ക് ഞങ്ങളൊരു ജനമായി തീരണം. അതാണ് അവരുടെ ഫാസ്റ്റിംഗിന്റെ അൾട്ടിമേറ്റ് ഗോൾ.
Amen. We can see all these men of God were praying and fasting. Their ultimate purpose is they are praying for a nation to be set apart, and they are praying for a nation to be holy and set apart, to have a safe journey, not only for themselves but for their kids as well. കുറേ നാൾ ദുഃഖിച്ചു ഉപവസിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആഹാരം കഴിക്കാൻ വയ്യാത്ത ദുഃഖം. Amen. ചിലപ്പോഴൊക്കെ നമുക്കുണ്ടായിട്ടുണ്ടല്ലോ ജീവിതത്തിൽ ട്രാജഡികൾ വന്നപ്പം ആഹാരം കഴിക്കാൻ വയ്യാത്ത ദുഃഖം. ആ നിലയിൽ ഒരുവൻ ആഹാരം വെടിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആ ഭക്തന്റെ പേരാണ് നെഹമായ. We can see here a man of God who has been mourning for days and days. He was unable to eat because of his great grief. That man is called Nehemiah. Praise the Lord. ഈ 102 സങ്കീർത്തനത്തിനകത്തൊരു വാക്യമുണ്ട്. 102 Psalm 102 verse 4 എങ്ങനെ വായിക്കുന്ന അറിയാമോ? അതിൻ്റെ സെക്കൻഡ് പാർട്ട്, Indeed I forget to eat my bread. ഞാൻ ആഹാരം കഴിക്കാൻ എന്ത് ചെയ്തു? ഓ, അങ്ങനെയാണ് വാസ്തവത്തിൽ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ചേർന്നിരിക്കുമ്പോൾ ആഹാരം കഴിക്കാൻ മറന്നു പോകുന്നു. ഒരു ഭക്തൻ അതിനെ ഡിഫൈൻ ചെയ്തെന്നറിയാമോ? ആഹാരം കഴിക്കുന്ന സമയം കൂടെ ദൈവത്തോട് ചേർന്നിരിക്കുക. Praise the Lord. Hallelujah. We can see in the psalm a psalmist who was afflicted. He was saying like this, I forgot to eat my bread due to my agony. Even I am spending the time of eating also spending in fasting and praying. നിങ്ങൾ നോക്കിയേ, കുറെ നാൾ എത്ര ദിവസമായെന്ന് നമുക്കറിയില്ല. ജെറുസലേമിന്റെ വിടുതലിനായി, ദൈവസഭയുടെ ഉണർവിനായി, ആത്മീയമായ ചൈതന്യം ഉണ്ടാകാൻ ഒരുവൻ പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. A man of God, he has been praying not for how long, but he has been praying in fasting for several days for a holiness of a congregation. സഹോദരങ്ങളെ, ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ പറയാം. I would like to mention a practical application over നമ്മുടെ here. ലോക്കൽ സഭ, ഈ ചർച്ചും നമുക്കെല്ലാം പല ലോക്കൽ ചർച്ചിലെ മെമ്പേഴ്സാണ് നമ്മളെല്ലാം. ആ ലോക്കൽ സഭയെ പറ്റി നമുക്ക് അങ്ങനെ ഒരു പെയിൻ ഉണ്ടോ? Let me ask you, since we are all belonging to a local church, do we have a burden for our local churches? ഇവിടെ എന്ത് കംഫർട്ടബിളാണ് നെഹമ്യാ ജീവിക്കുന്നത്? ഇതിനെപ്പറ്റി ആരോടെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ? ഒന്നുമില്ല. അദ്ദേഹം പേഴ്സണലി വളരെ സ്പിരിച്വലാണ്. എന്നാൽ ഒരാത്മീയൻ്റെ ആ സാഹചര്യം എന്നറിയാമോ? ഞാനല്ല, എൻ്റെ പിതൃഭവനത്തിന് അത് ആവശ്യമാണ് എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. Here we can see a man of God, Nehemiah. He was holding such a highly esteemed position. He doesn't have to spend like this, but his burden, his grief, we can see through his prayers and his fasting. നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു പാരബിൾ, ഒരു സ്നേഹിതൻ രാത്രിയിൽ ബ്രെഡ് മേടിക്കാൻ ചെന്ന ഉപമ കർത്താവ് പറഞ്ഞില്ലേ? Our Lord Jesus mentioned a parable, a friend who was seeking a friend for his friend during a night time. നമുക്കറിയാം സംഭവം, ആ കഥ നമുക്കറിയാം. ഡോറെ നോക്ക് ചെയ്തപ്പം അകത്തുനിന്ന് കേട്ട സൗണ്ട് എന്നായിരുന്നു? ഇവിടെ എല്ലാവരും ഉറങ്ങുകയാണ്, ഇപ്പോൾ എടുത്തു തരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ട്രബിൾ ആണ് അവിടുത്തെ വിഷയം. When that friend was knocking in a friend's door, the reply was, sorry, we are all, kids are sleeping. വീണ്ടും ആ ഫ്രണ്ട് നോക്ക് ചെയ്തോണ്ടേയിരുന്നു. Then in that parable we can see that friend who knocked the door keep on knocking. പക്ഷെ അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നോക്ക് ചെയ്യുന്നവന് വിശക്കുന്നുണ്ടോ? I want answer from you. ഈ നോക്ക് ചെയ്യുന്നവന് വിശക്കുന്നുണ്ടോ? ഇല്ല, അവൻ ഫുള്ളാണല്ലേ. പക്ഷേ അവൻ നോക്ക് ചെയ്യുന്നത് കേട്ടാൽ ഈ നോക്ക് ചെയ്യുന്നവന് വിശക്കുന്ന പോലെയാണ്. മനസ്സിലാവുന്നോ? That is prayer. Amen. Hallelujah. In that parable, the person who knocked at the door, was he hungry? No, not at all. He was persistently knocking at a door for his friend. That type of burden we all need in prayer. നെഹമ്യാ മുട്ടയിരിക്കുന്നത് തനിക്ക് വേണ്ടിയല്ല, തൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ല. താൻ കരയുന്നതും ദുഃഖിക്കുന്നതും എല്ലാം അവനെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ദൈവസഭയ്ക്ക് വേണ്ടിയാണ്, യെരുശലേമിന് വേണ്ടിയാണ്. ആ പ്രാർത്ഥന കേട്ടാൽ അറിയാം, തനിക്കായി പ്രാർത്ഥിക്കുന്ന പോലെ ഒരുവൻ കരഞ്ഞ് നിലവിളിച്ച് ഉപവസിച്ച് കുറെ നാൾ ദുഃഖിച്ച് പ്രാർത്ഥിക്കുകയാണ്.
Here we can see Nehemiah was not praying for himself, but he has been praying for a congregation, and his burden, his grief for a congregation to be set apart and holy, we can see through these verses. തിരുവെഴുത്തിൽ നിന്ന് നമ്മുടെ സഭകൾ അകലുമ്പോൾ, ശുശ്രൂഷകന്മാർ വചനത്തെ അതിന്റെ ഗൗരവത്തോടെ കാണാതിരിക്കുമ്പോൾ, ദൈവസഭയാകുന്ന നമുക്കൊരു വേദനയും ബേർഡനും ഉണ്ടാകണം. അതനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങണം. ദൈവസഭയെ പറ്റി ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം പൊട്ടിക്കണ്ണ് നിറയണമെന്നാണ് എൻ്റെ അഭിപ്രായം. Hallelujah. Whenever we see a church or whenever we belong to a church, in that church, if there is not enough word of God, if the people are not holy, then our hearts need to be broken and we need to set apart and pray and intercede for that congregation. ഞാൻ ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് മാത്രം പറയുന്നല്ല, ഇന്ന് രാവിലെയും ഈ ലോക്കൽ സഭയ്ക്ക് വേണ്ടി ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ നിന്ന് പറയുന്നത്. I'm not just preaching from this pulpit. Today morning also I spent quite a few time with the brokenness in my heart and spend some time in prayer. നെഹമ്യാവിനറിയാം ഒരു ഹോളി ഗ്രൂപ്പ് വേണം, എസ്രായിക്കറിയാം ഒരു ഹോളി ഗ്രൂപ്പ് വേണം, എസ്തേറിനറിയാം ഒരു ഹോളി ഗ്രൂപ്പ് വേണം, ഒരു മശിഹായിക്ക് പുറത്തേക്ക് വരാനായിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ പട്ടണത്തിലെ ഈ ലോക്കൽ ചർച്ചിന് ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. നമ്മൾ വചനത്തോട് ചേർന്നവരായിരിക്കണം, നമ്മൾ സെറ്റപ്പ് ആയിട്ടായിരിക്കണം, നമ്മൾ ഹോളി അൻടു ദ ലോർഡ് ആയിരിക്കണം. Hallelujah, hallelujah. Ezra know the need of that the congregation. Nehemiah understood the need of that congregation's repentance. Similarly, Esther, she knew why the people needs to be set apart. Similarly, since we belong to this local area, we need to understand why we need and intercede for the local area, and we need to pray for the local church to be holy. നമ്മുടെ പ്രാർത്ഥനാ വിഷയം അതായിരിക്കണം. Our prayer subjects should be like that. നമ്മുടെ കുടുംബങ്ങൾ ആത്മീയരാകണം, നമ്മുടെ കുടുംബങ്ങൾ വചനപ്രകാരമായിരിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മീയരാകണം, അവർ രക്ഷിക്കപ്പെടുന്നവരാകണം, അവരുടെ കംഫർട്ടിലും ദൈവസഭയെ പറ്റിയുള്ള ഭാരം അവരുടെ ഹൃദയത്തിലുള്ളവരായിരിക്കണം. We all need to be holy. Our family should be holy. Our children should be holy. They all need to bear a burden. When someone turn away from the word of God, they need to have a true brokenness and a repentance in their hearts. നമ്മുടെ വേദനകളിൽ നമ്മൾ ആഹാരം വെടിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്തെ പ്രൈം സബ്ജക്റ്റ് നമ്മുടെ ലോക്കൽ സഭയായിരിക്കണം, നമ്മുടെ ലോക്കൽ സഭയിലെ കുടുംബങ്ങളായിരിക്കണം, അവരുടെ ആത്മീയതയായിരിക്കണം, ദൈവസഭയെ പറ്റിയായിരിക്കണം നമ്മുടെ വേദനയും ഭാരവും ആനന്ദവും സന്തോഷവും എല്ലാം. When we separate some time in fasting and praying, our subject should be our local church, and each members of that local church should be born again. ഇവിടെ നിങ്ങൾ വായിക്കുമ്പോൾ അറിയാം, he prayed with urgent need in his mind. Amen. തനിക്ക് ഒരാവശ്യവും ഇല്ല ഇതിൻ്റെ, പക്ഷെ ആ പ്രാർത്ഥന കേട്ടാൽ ഓർക്കും, എനിക്ക് വിശക്കുന്നു, എൻ്റെ കുടുംബത്തിന് പട്ടണമില്ല, എൻ്റെ കുടുംബത്തിന് ആലയമില്ല, എൻ്റെ കുടുംബത്തിന് പുരോഹിതനില്ല, എൻ്റെ കുടുംബത്തിന് സാക്രിഫൈസ് ഇല്ല, പക്ഷെ ഇതൊക്കെ ഉള്ളവനാണ് പ്രാർത്ഥിക്കുന്നത്, പക്ഷെ ഒന്നുമില്ലാത്തവനെ പോലെ വിശക്കുന്നവനെ പോലെ മുട്ടുകയാണ്. ഇങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവർ ഈ ലോക്കൽ ചർച്ചിൽ നിന്ന് എഴുന്നേൽക്കണം. We all need to have certain people should stand up in the congregation, especially in our local church. They should stand up and pray in an urgent way to have a group who should be set apart and holy. ഇവിടെ കുറെ നാൾ ഉപവസിച്ചപ്പോഴും പ്രാർത്ഥിച്ചപ്പോഴും ഇരുന്ന് കരഞ്ഞപ്പോഴും ഒക്കെ നെഹമ്യാവ് തൻ്റെ ആ ഫേഷ്യൽ എക്സ്പ്രഷൻ രാജാവിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ ഒത്തിരി പ്ലസന്റ് ആയിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. During the time of these days of fasting and praying, at that time Nehemiah tried to keep his face happy when he appeared before the king. പക്ഷേ ഒരു ദിവസം രാജാവിൻ്റെ മുന്നിൽ തൻ്റെ ദുഃഖം ഒതുക്കാൻ എന്ത് ചെയ്തില്ല? അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? മഹാരാജാവിൻ്റെ മുന്നിലും നമ്മൾ വേദനയോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വേദനകൾ കണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയമാകുന്ന, മറ്റുള്ളവരെ കൊണ്ട് ആ കാര്യത്തിലേക്ക് കരം നീട്ടിക്കാൻ സമയമാകുന്ന ആ സമയത്തോടടുക്കുന്ന ഒരു കാലം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. Here he was hiding his sorrow behind the wall, and he was appearing before the
king. But one day, king came to realize Nehemiah's face's sorrow, and he asked the reason for his sadness. Similarly, our King of Kings is watching you and me, and whenever we are groaning and whenever we are having sadness in our heart, our Father is ready to answer you the prayer request. ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് ഒരു 6-7 കാര്യം ഒന്ന് മെൻഷൻ ചെയ്യാനായിട്ട് പോവാണ് പെട്ടെന്ന്. എനിക്ക് തീർക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഫസ്റ്റ് വൺ, വളരെ he had a urgent need in his mind. അതാണ് ഒന്നാമത്തെ കാര്യം. വളരെ ആവശ്യബോധം ഈ പ്രാർത്ഥനയ്ക്കകത്തുണ്ടായിരുന്നു. വളരെ ആവശ്യബോധം. A few important points about his prayer I'm going to mention. First point is an urgency in his prayer. 11ാം വാക്യമാണ് തന്റെ റിക്വസ്റ്റ്. വേഴ്സ് 11 is the request. എന്താ വായിക്കുന്നത്? ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് കുറെ നാൾ ഉപവസിച്ചു, കുറെ നാൾ പ്രാർത്ഥിച്ചു. ഒരു പർട്ടിക്കുലർ ഡേ ആയപ്പം ദൈവപ്രവൃത്തിയുടെ സമയമായി എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. അതാണ് particular request. Amen. He had been praying for a while, but one day he was taking a decision. He was praying in this way: make your servant successful today and grant him compassion before this man. That is what we can see here. പ്രിയപ്പെട്ടവരെ, രാജാവിന്റെ മുന്നിൽ We can see in front of the king. കുഞ്ഞുങ്ങളെ നമുക്ക് ആർക്കും നിയന്ത്രിക്കാൻ പറ്റിയല്ല, പക്ഷെ പ്രായമുള്ള ഒരു കുഞ്ഞുങ്ങളെ പോലെ ആയിരുന്നു. ലിസൺ ടു മീ പ്ലീസ്. ശ്രദ്ധിച്ചേ, രാജാവിൻ്റെ മുന്നിൽ കാര്യം പറയുന്നതിന് മുമ്പ് മഹാരാജാവിൻ്റെ മുന്നിൽ കാര്യം പറയുകയാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ പലരോടും ഒക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ നടക്കാതെ പോയിട്ടില്ലേ? ഇന്നയാൾ എന്നെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും, ഇന്നയാൾ എനിക്ക് വേണ്ടിയുള്ള വഴി തുറക്കുമായിരിക്കും, ഇന്നയാൾ എന്നെ റെക്കമെൻഡ് ചെയ്യുമായിരിക്കും. നോ, സകല മഹത്വവും ദൈവത്തിന് കൊടുക്കണമെങ്കിൽ മഹാരാജാവിന്റെ മുന്നിൽ കാര്യം അവതരിപ്പിച്ചാൽ മതി. കർത്താവ് ആ കാര്യങ്ങളെല്ലാം ചെയ്യും. ദൈവത്തിനു സ്തോത്രം. Here we can see a man of God before presenting his request before an ordinary king, he was presenting his ultimate request to the King of Kings. നോക്കൂ, ആ പ്രാർത്ഥിക്കുന്ന വിഷയം നിങ്ങൾ കണ്ടോ? Very specific ആണ്. We can see here the matter or the subject of the prayer is very specific and clear. ബുക്ക് ഓഫ് ജെയിംസ് വായിക്കുന്നില്ലേ? ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കാര്യം മാത്രം കേന്ദ്രീകരിച്ച് ഈ ഭക്തൻ പ്രാർത്ഥിക്കുക. രാജാവിന്റെ മുന്നിലേക്ക് ഞാൻ പോവുക, എനിക്ക് ദയ ലഭിക്കുമാറാകണം. Here this man of God was praying with a very specific need, with an earnestness in his mind. നമ്മുടെ പ്രാർത്ഥിക്കാൻ നേരത്തെ ഇപ്പോൾ വൈകിട്ടൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ജോലിയാണെങ്കിൽ എന്നും പ്രാർത്ഥിക്കാൻ കഴിയില്ല. എന്നാലും നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പോഴാണ് നമ്മൾ വർത്താനം പറയുന്നത്. പല പരിപാടീസാണ് നമ്മൾ അവിടെ നടത്തുന്നത്, അല്ലേ? Hallelujah. Many a time when we gathered together for praying, at that time we started to discuss several other matters. ഡിസ്കഷനൊക്കെ നല്ലതാണ്. പ്രാർത്ഥന മാറ്റലാകരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ആ ഭക്തൻ കണ്ടോ, തൻ്റെ ജോലിയിൽ നിന്ന് അവധി എടുക്കാതെ വളരെ സ്പെസിഫിക് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ സബ്ജക്റ്റ്: ഞങ്ങളുടെ ലോക്കൽ സഭ അനുഗ്രഹിക്കപ്പെടണം, ഞങ്ങളുടെ ലോക്കൽ സഭയിൽ എല്ലാവരും ആത്മനിറവുള്ളവരാകണം, ഞങ്ങളെ ദൈവത്തിൻ്റെ മർമ്മത്തിൻ്റെ ഗ്രഹവിചാരകന്മാരാക്കി ഇവിടെ നിർത്തിയേക്കുകയാണ്. അവരിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഫെയ്ത്ത്ഫുൾനെസ് ആണ്. ആ അർത്ഥത്തിൽ എൻ്റെ ചർച്ചിലെ അംഗങ്ങൾ ആ നിലയിലാകണം. ആ ഒരൊറ്റ കാര്യത്തിൽ കോൺസെൻട്രേഷൻ. Here we can see a man of God, his prayer, an urgent need. Especially he was asking faithfulness in the stewards, which he has been praying for that group. പ്രിയപ്പെട്ടവർ, ഇവിടെ ഒരു വാക്കുകൂടെ ഉണ്ട്. നീ നിയമവും ദയയും, അത് ഈ ഓൾഡ് ടെസ്റ്റ്മെന്റിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്നൊരു പദമാണ്. ദൈവമേ, നീ നിയമവും ദയയും എന്ത് ചെയ്യും? പാലിക്കും. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? നമുക്ക് ആർക്കെങ്കിലും ദൈവസന്നിധി ചെന്നിട്ട് പറയാൻ പറ്റുമോ, ദൈവമേ നീ നിയമം പാലിക്കുന്നവനാണല്ലോ, അതുകൊണ്ട് എൻ്റെ കാര്യമല്ല എന്ത് ചെയ്യണം? നോബഡി ക്യാൻ സേ ദാറ്റ് സെന്റൻസ്. പിന്നെ നെഹമ്യ പറഞ്ഞ എന്നാണെന്നറിയാമോ?
നിയമവും ഉണ്ട്, പിന്നെ രണ്ടാമത് എന്തോ ഉണ്ട്. Prayer. കർത്താവേ, നിയമത്തിൻ്റെ കെയർ ഓഫിൽ അങ്ങോട്ടേക്ക് വരാനായിട്ട് ഞങ്ങൾ അപ്രാപ്യരാണ്, ഞങ്ങൾ അശുദ്ധരാണ്. എന്നാൽ നിനക്ക് ദയ എന്നൊന്നുണ്ടല്ലോ. ആ ദയയിൽ ഞങ്ങൾ ക്ലിങ് ചെയ്തുകൊണ്ട് നിന്റെ സന്നിധിയിലേക്ക് വരികയാണ്. ഈ മനുഷ്യന്റെ മുന്നിൽ ഞങ്ങൾക്ക് നീതി ലഭിക്കണമേ. This king was praying. We can see a specific a phrase here also mentioned. God, you are preserving the covenant. If you are judging us with the covenant, we are unworthy. So that he is adding another verb. He is adding another adjective. You preserve the covenant and loving kindness. Praise the Lord. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കാൻ നേരത്ത് പറയാം, ദൈവമേ നീ ദയയും കൂടെ ഉള്ള. Amen. That's why we can remember in our prayers, oh God, who keeps loving, who preserves loving kindness. He prayed with urgent need in mind. പർട്ടിക്കുലർ വിഷയത്തിൽ വളരെ ശ്രദ്ധയായിരുന്നു. He was praying for an urgent need with very specific words. നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ശക്തിയോടെ പ്രാർത്ഥിക്കണമെന്നല്ലേ. പക്ഷെ അങ്ങനൊരു വാക്ക് ഓൾ ബൈബിളിനകത്തില്ല. പിന്നെ വാക്ക് എങ്ങനെയാണെന്നറിയാമോ? ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണമെന്നാണ്. We need to pray attentively with very carefulness. ശക്തിയോടെ പ്രാർത്ഥിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷേ ആ ശക്തിയിലും സൗണ്ടിലും നമ്മുടെ ശ്രദ്ധ ആ വിഷയത്തിൽ മാത്രമായിരിക്കണം. It is not a problem if we pray with strength, but we need to concentrate what we are praying with specific need and with urgency. ഒന്നാമത്തെ കാര്യം കിട്ടിയ ആ പ്രാർത്ഥനയ്ക്കകത്ത് വെരി സ്പെസിഫിക് നീഡായിരുന്നു. Amen. First point in the prayer, it was a very specific need. അവിടുത്തെ വാക്ക് കണ്ടോ? സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞതെന്നാൽ 5-ാം വാക്യം അതിൻ്റെ എക്സ്പ്ലനേഷനാണ്. സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ. His prayer we can see in verse 5. I beseech you, O Lord God of heaven, the great and awesome God, who preserves the covenant and loving kindness for those who love him and keep his commandments. രണ്ടാമത്തെ കാര്യം, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട് എന്ന് ഉറപ്പുണ്ടായിരുന്നു. He has an affirmation. The one who hears my prayer and who answers, an answering God is in heaven. സ്വർഗസ്ഥൻ, ഹെവൻലീസ്, ആ ഹെവൻലി റലത്തിലുള്ളവൻ. അതിൻ്റെ അർത്ഥം മറ്റു നിലയിൽ പറഞ്ഞാൽ സകലതും അവൻ്റെ കൺട്രോളിലാണ്, സകലതും അവൻ്റെ കീഴിലാണ്, സകലത്തെയും നിയന്ത്രിക്കുന്നവനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. He has been praying to a God who is in control of everything, or everything is from him, to him, through him and by him. Praise the Lord. Amen. നോക്കൂ, ആ സ്വർഗത്തിൽ ഒരുവൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ സ്വർഗസ്ഥനെയാണ് ജീസസ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. യു ക്യാൻ കോൾ ഹിം ഫാദർ. ഇവിടെ അവരങ്ങനെ വിളിക്കുന്നുണ്ടോ? ഇല്ല. ഓൾഡ് ടെസ്റ്റമെന്റിൽ ഒരു മനുഷ്യനും പേഴ്സണലി ദൈവത്തെ ഫാദർ എന്ന് അഡ്രസ് ചെയ്യുന്നില്ല. അത് കൃപയാൽ, അവന്റെ ദയയാൽ എനിക്ക് ലഭിച്ചൊരു പദവിയാണ്. ആ സ്വർഗസ്ഥനെ എത്രയും ചേർന്നിരുന്ന് വിളിക്കാമോ? ഫാദർ. Here we can see the man of God is addressing the King of Kings as, "Oh Lord, God of heaven." But in the New Testament, our Father taught us how to pray. Our Father who art in heaven. We can address this King of Kings in a fatherly way. Praise the Lord. Amen. Hallelujah. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്, പക്ഷേ പലതും കാഷ്വൽ പ്രേയേഴ്സുമാണ്. ഈ പ്രാർത്ഥന കേൾക്കുന്ന ഒരാൾ ഉയരത്തിലുണ്ടെന്നുള്ള വിശ്വാസവും നിങ്ങളങ്ങ് പൂരിപ്പിച്ചു. We usually tend to pray, but we are not too sure whether we are praying to a King of Kings or whether a God who is listening to our prayers. അതിൻ്റെ തെളിവ് തന്നെ, പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമുക്ക് നിരാശയാണ്, വേദനയാണ്, പ്രയാസമാണ്. The reason is, after we pray also, we are the same. We still carry unbelief and worry and fear. We are being controlled by that. നമ്മൾ സെയിം പേഴ്സൺ തന്നെയാണ്. We are being the same. We are not changing after a prayer. ഹന്നായുടെ ഒരു പ്രാർത്ഥന നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? I think you remember Hannah's prayer. പിന്നെ
അവിടെ മുഖം മാടി. എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ കംപ്ലീറ്റ് ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. Hallelujah. നിങ്ങളുടെ സകല ചിന്താകൂലങ്ങളും Amen. അവന്റെ മേലിട്ട് കൊള്ളുവിൻ, സകല വിചാരങ്ങളും അവന്റെ മേലിട്ട് കൊള്ളുവിൻ. പിന്നെ വറിക്കോ ആൻസൈറ്റിക്കോ സ്ഥാനമില്ല. കാര്യം എന്നാണെന്നറിയാമോ? എൻ്റെ ഫെയ്ത്താണ് ഒരുവൻ ഉയരത്തിലുണ്ട്. നെഹമ്യാ പ്രാർത്ഥിക്കുകയാണ്, ആ ദൈവത്തോട് എൻ്റെ റിക്വസ്റ്റ്. Amen. We can see in Hannah's prayer, after she prayed, her face was happy. She didn't become sad. That's what we can see. With faith, we can be happy after we submit a request to our Father. Praise the Lord. രണ്ട് കാര്യം മനസ്സിലായല്ലോ. സ്വർഗത്തിലൊരു ദൈവമുണ്ട്, പ്രാർത്ഥനയിൽ പർട്ടിക്കുലർ സബ്ജക്റ്റ് ഉണ്ട്, അത് മാത്രമാണ് കോൺസെൻട്രേഷൻ, വേറൊരു പരിപാടി അതിനകത്തില്ല. മൂന്നാമത്തെ കാര്യം, he prayed without ceasing. ആറാമത്തെ വാക്യത്തിനകത്ത് എന്താണ് നമ്മൾ വായിക്കുന്നത്? രാവും പകലും, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ. അങ്ങനെങ്കിൽ ഇത് ന്യൂ ടെസ്റ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്യുന്നൊരു പ്രാർത്ഥനയാണ്. രാവും പകലും, ഡേ ആൻഡ് നൈറ്റ്, ഓൾവേസ് പ്രേ വിതൗട്ട് സീസിങ്. എന്താ വാക്കിന്റെ അർത്ഥം? We can see here this man of God was praying in day and night. And in New Testament we can see pray without ceasing. What is the meaning of that? ഞാൻ എൻ്റെ നാട്ടിലുള്ള ഒരു പാസ്റ്റർ അതിന് ഒരിക്കൽ പറഞ്ഞൊരു വാചകം എൻ്റെ മനസ്സിലുണ്ട്. I remember one man of God shared back home in Kerala about this passage. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരിക്കലും എൻ്റെ പേഴ്സണൽ പ്രേയറിന് ആമേൻ പറയാറില്ലെന്നാ പറഞ്ഞത്. He was saying that whenever I pray for my personal prayer, I never say amen. രാവും പകലും, During day and night. പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ രാത്രിയും പകലും ഹാർഡ് വർക്ക് ചെയ്താണ് ഞങ്ങൾ ആഹാരം കഴിച്ചതെന്ന് പറയുന്നൊരു വാക്യമുണ്ട്. രാത്രിയും പകലും. We can see Paul was mentioning we were hardly toiling day and night. എന്ന് പറഞ്ഞാൽ അത് ആ എഴുത്തിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? Always in a prayer mood. അതാണ് എൻ്റെ അർത്ഥം. The word meaning is always in a prayer mood. രാവും പകലും ജോലി ചെയ്യുന്നത് പറയുന്ന പോൾ പറഞ്ഞേക്കുന്ന മറ്റൊരു വാക്യമുണ്ട്, ഞാൻ ഇടവിടാതെ നിങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു, ഞാൻ എപ്പോഴും നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, നിങ്ങൾ കർത്താവിൽ സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. അർത്ഥാൽ എപ്പോഴും ആ പ്രാർത്ഥനാ മൂഡിലായിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. Paul mentioned in the New Testament, pray without ceasing, and in all situations and circumstances give thanks to God. Praise the Lord. Hallelujah. ഇവിടെ നമ്മൾ ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഒരാത്മീയൻ എപ്പോഴും പ്രാർത്ഥിക്കാൻ തയ്യാറായിരിക്കുന്ന ആ മൂഡിൽ തന്നെ ആയിരിക്കണം. Pray without ceasing means we all need to be in a mood, a prayer mood. അതോ മൈക്ക് ഉണ്ടെങ്കിൽ പണ്ടൊരാൾ പറഞ്ഞ പോലെ എനിക്ക് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ കൺവെൻഷന് പങ്കെടുക്കുകയെന്ന് പറഞ്ഞു. അന്നേരം പ്രസംഗം ചോദിച്ചു, പ്രാർത്ഥിക്കാൻ എന്തിനാ അവസരം, നമുക്ക് രാത്രി മുഴുവൻ അങ്ങ് പ്രാർത്ഥിച്ചേക്കാമെന്ന് പറഞ്ഞു. Got the meaning? A man was saying that since I didn't receive a mic for a prayer in front of the public, I'm not going to attend that convention. That the other man asked, why don't you pray all throughout the night? You have enough time there. Yeah, thank you. Always. We need to pray always. അതിന് ന്യൂ ടെസ്റ്റ്മെന്റിന്റെ ഡോക്ടറിന് എന്നാണെന്നറിയാമോ? അങ്ങ് ടെമ്പിളിലേക്ക് ചെല്ലണ്ട പ്രാർത്ഥിക്കാനായിട്ട്. ഞാൻ എവിടെ ഇരിക്കുന്നോ അവിടെയാണ് the throne of grace. Amen. That is the reason in New Testament it didn't specify that we need to have a specific location or a specific time period to pray. Wherever you are, that is the throne of grace. നമ്മളൊക്കെ സഞ്ചരിക്കുന്ന ടെമ്പിൾസ് ആണല്ലേ, നമ്മളൊക്കെ മൊബൈൽ ടെമ്പിൾസ് ആണെന്ന് പറഞ്ഞാൽ എവിടെയാണോ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് അവിടെയാണ് ആ കൃപാസനം ഇരിക്കുന്നത്. എത്ര അനുഗ്രഹം! ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒരു നിമിഷം ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് അവരവർ ഇരിക്കുന്ന ഇടത്താണ് ആ ത്രോണോസ് ഉള്ളത്, ആ കൃപാസനം ഉള്ളത്. ആർക്ക് എന്താവശ്യമാണെങ്കിലും ധാരാളമായിട്ട് കൃപ ലഭിക്കേണ്ടതിന് ആ ത്രോണിന്റെ പേരാണ് ത്രോൺ ഓഫ് ഗ്രേസ്.
We all are moving, mobile, holy and living temple of God. So we can pray without ceasing, at all time, without ceasing. He prayed without ceasing. Amen. He has been praying here without ceasing. അന്നേരം സൗണ്ട് ഇല്ലാതെയും സൗണ്ടോടെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? We will be able to pray with or without our voices. ഞാനും നിങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലെ ക്രൈസിസ് ആണെങ്കിൽ ഉറക്കവും ഊണും ഇല്ലാതെ പ്രാർത്ഥിക്കും. റൈറ്റ്? ഞാൻ പ്രാർത്ഥിക്കും. Whenever we as a person, whenever there is a personally important matter arises in our life, we used to pray day and night without even eating or doing anything else. ഇവിടുത്തെ വിഷയം അതൊന്നുമല്ല, സ്പിരിച്വാലിറ്റിയാണ്, റെസ്റ്റോറേഷൻ ആണ്, Hallelujah. Here റിയൽ റിവൈവൽ ആണ്, യഥാസ്ഥാപനമാണ്. അത് ആ വ്യക്തി വാസ്തവത്തിൽ എക്സ്ക്ലൂഡഡ് ആണ്. പക്ഷേ ആ മനുഷ്യനും അതിനോട് ചേർന്ന് നിന്നിട്ട് പറയുകയാണ്, ഇത് ഞങ്ങളുടെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെയും കുഴപ്പം കൊണ്ട് സംഭവിച്ചതാണ്. അതുകൊണ്ട് ആ വിഷയം തൻ്റേതായിട്ട് ഏറ്റെടുത്ത് രാവും പകലും പ്രാർത്ഥിക്കുന്നു. Here a man of God, Nehemiah, he is not praying a selfish prayer for himself, but he is praying for a true restoration and for a true revival for the congregation in the exile, those who came back from the exile. ന്യൂ ടെസ്റ്റ്മെന്റിൽ ഒരു വാക്യമുണ്ട്, 2 പീറ്ററിനകത്ത്, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കയാൽ, ഒന്ന് ഫിലിപ്പ് ചെയ്യാമോ? എല്ലാറ്റിൻ്റെയും സമയം അവസാനം സമീപിച്ചിരിക്കയാൽ എല്ലാവരും റെഡി ആകണമെന്നല്ല, പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കണം. Amen. Hallelujah. In the New Testament, the book of Peter, it is mentioned that since you should be alert to pray because the time is near. നമുക്ക് അങ്ങനെ ഒരു പ്രാക്ടിക്കൽ പ്രസംഗമാണ്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ ഒരു ചിന്താഗതിയും അങ്ങനെ ഒരു കാഴ്ചപ്പാടും നമുക്കുണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. We need to begin praying to have this type of attitude. ദൈവസഭകളെ പറ്റിയുള്ള അപ്പോസ്തലൻ പറഞ്ഞ വാക്കന്നെ, സകല സഭകളെ പറ്റിയുള്ള ചിന്താഭാരം എന്ന തിരക്ക്. Great Apostle Paul mentioned that I have great burden about all the churches. നമുക്ക് എല്ലാ ചർച്ചിനെ പറ്റിയൊന്നും അതിന് അത്രയും കാഴ്ചപ്പാട് വേണ്ട. നമ്മുടെ ലോക്കൽ ചർച്ച്, നമ്മുടെ ഈ സിറ്റിയിലെ സഭകൾ, നമുക്കറിയാവുന്ന ലോക്കൽ സഭകൾ, നമുക്കറിയാമല്ലോ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ഓരോ ദിവസം കഴിയും തോറും അപ്പോസ്റ്റസിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. Hallelujah. We need to start praying for all the local churches we know, because all churches are going away from the true word of God and all are falling into apostasy. നമുക്ക് അങ്ങനെ ഒരു പെയിൻ ഉണ്ടോ ഹൃദയത്തിനകത്ത്? Are we having a true pain about that losing of souls? സ്തോത്രം. ഇവിടെ ആ ഭക്തൻ പ്രാർത്ഥിക്കുന്ന വാക്കാണ്, he prayed without ceasing. ഒറ്റ കാര്യമുള്ളൂ, ഒരു ഗ്രൂപ്പ് ഹോളി ആകണം. Amen. അവരിതെല്ലാം തിരിച്ചറിയണം. ആലയം പണിയണം, മതിൽ പണിയണം, വാതിൽ പണിയണം, അവിടുത്തെ മിക്സഡ് ജാതികളെ പുറത്താക്കണം, അവിടെ ദൈവാധിപത്യം ഉണ്ടാകണം. ഒരു മശിഹായിക്ക് വരാൻ ഏതാനും വർഷങ്ങൾ മാത്രമേ ഉള്ളൂ. Hallelujah. Here a man of God is praying for the people who escaped from the exile. They need to be set apart. They need to be holy. Then only a Messiah can come through that nation. Here a man of God is praying for a true revival and for a sincere restoration for that group. വാസ്തവത്തിൽ the best word is restoration. മലയാളം യഥാസ്ഥാപനം. Amen. Here the man of God is praying. exact placeലേക്ക്, back to the exact place. Amen. A restoration of a group of people. That is what Nehemiah here prayed. 3 കാര്യം നമ്മൾ ചിന്തിച്ചല്ലോ. അർജന്റ് നീഡായിരുന്നു. രണ്ടാമത്തേത് നമ്മൾ അങ്ങനെ ഒരു ദൈവ സ്വർഗത്തിലുണ്ടെന്ന് മനസ്സിലാക്കി. മൂന്നാമത്തേത് പ്രേ വിത്തൗട്ട് സീസിങ് ആയിരുന്നു. ഒറ്റ കാര്യങ്ങളെ പെട്ടെന്ന് പറയാം, അടുത്ത ആഴ്ച എക്സ്പ്ലെയിൻ ചെയ്യാം. നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ, അതിന് നെഹമ്യ യെരൂശലേമിൽ ജനിച്ചതല്ലല്ലോ, അവിടെ ഒരിക്കൽ പോലും ആ സിറ്റി വിസിറ്റ് പോലും ചെയ്തിട്ടില്ല. Here we can see Nehemiah was mentioning on behalf of the sons of Israel, your servants. Nehemiah never came back to Israel or never saw this place or group of Israel. അടുത്ത വാക്കുണ്ടോ?
പാവങ്ങളെ ഏറ്റു പറഞ്ഞു. The next word is confessing the sins of the sons of Israel. He asked for forgiveness for sins and then he prayed. Amen. വാസ്തവത്തിൽ എന്തൊക്കെയായിരിക്കും ഏറ്റു പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. Just think whatever he was confessing for the sons of Israel. ആ രാജാക്കന്മാർ ചെയ്ത കാര്യം മുതൽ ദൈവമേ അത് എൻ്റെ ഫോർ ഫാദേഴ്സാണ്, അവർ ചെയ്തതാണ് അങ്ങേക്കെതിരായിട്ട്. forgive us Lord, forgive us Lord. ഇതിൻ്റെ ഡിറ്റോ പ്രയറാണ് ദാനിയേൽ 9 ആവർത്തിക്കുന്നുണ്ട് ആ പദം, forgive us Lord. നോക്കൂ, അങ്ങനെങ്കിൽ പാപങ്ങളെ ഏറ്റുപറയാത്ത ഒരു പ്രാർത്ഥനയും ഈ ആകാശം കടന്ന് മേളിലോട്ട് പോവുകയില്ല. Another important matter is, if we are praying without confession of our sins, that prayer is not going to be answered. If I regard wickedness in my heart, the Lord will not hear. എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കയില്ലായിരുന്നു. In the psalmist is saying, if I regard wickedness in my heart, my prayer won't be answered. പാവങ്ങളെ ഏറ്റു പറഞ്ഞ് എന്ത് ചെയ്യുക? അങ്ങനെയെങ്കിൽ ഒന്ന് രണ്ട് സെന്റൻസ് പറഞ്ഞു നിർത്താം. Here we can see confessing the sins of Israel and രാജാവിന്റെ മുന്നിൽ ദയ ലഭിക്കണമെങ്കിൽ നമ്മൾ ക്ലിയർ ആയിരിക്കണം. if we need to get forgiveness or loving kindness from a king of kings, then we need to confess our sins. Praise the Lord. ഈ ഒരാള് രക്ഷിക്കപ്പെടാനായിട്ട് ലോർഡ് ഐ ആം എ സിന്നർ എന്ന് പറഞ്ഞാൽ മതി. ഐ നീഡ് എ സേവിയർ, ഐ ബിലീവ് യു, ഐ ബിലീവ് ദ വർക്ക് ഓഫ് ദ അറ്റോൺമെൻറ്റ്, അത്രയും പറഞ്ഞാൽ മതി. പക്ഷേ രക്ഷിക്കപ്പെട്ട ഒരാൾ വൈകുന്നേരത്ത് പറയുക, അറിഞ്ഞോ അറിയാതെയും ചെയ്ത എല്ലാ പാവങ്ങളും ക്ഷമിക്കണമേ, ഞാൻ കിടക്കുന്നു ആമേൻ. അത് പറ്റിയല്ല. എന്നാ ഫസ്റ്റ് ജോണി വായിക്കുന്നത്? സകലതും എന്ത് ചെയ്യണമെന്നാ? പാപിക്ക് ഒറ്റ സെന്റൻസ് മതി, പക്ഷെ വിശുദ്ധനോ അറിഞ്ഞോ അറിയാതെയും ചെയ്തതല്ല, എല്ലാം. ഇടവിടാതെ പ്രാർത്ഥിച്ചപ്പം രാജാക്കന്മാരുടെ കാലം മുതലുള്ളത് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ കരഞ്ഞു. അതിൻ്റെ പേരാണ് റിസ്റ്റോറേഷൻ. Amen. Here we can see he has been confessing all the sins since their forefathers started, and that is what in a prayer we need to start with, confessing all of our sins, and that prayer only is going to be answered. ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, അങ്ങനല്ലേ യേശു പഠിപ്പിച്ചത്? Jesus taught us how to pray, forgive us our sins, our debtors, forgive our debtors. ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. Forgive us as we forgive those who debted against us. നമുക്കൊരു നിമിഷം അങ്ങനെ തന്നെ ഒന്ന് പ്രാർത്ഥിച്ച് ഈ സന്ദേശം അവസാനിപ്പിക്കാം. പ്ലീസ്.